ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡി ബിയിലോട്ട് എങ്ങനെ പൈപ്പ് ബെൻഡ് ചെയ്ത് ഇറക്കാം എന്നുള്ളതാണ്. പഴയൊരു വീടാണ്. പഴയ ആ വീട്ടിൽ നമ്മൾ പുതിയതായിട്ട് വയറിങ് ചെയ്യുകയാണ്. അതായത് പുതിയ രീതിയിൽ തന്നെ നമ്മൾ കൺസീൽഡ് ചെയ്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പൈപ്പ് എങ്ങനെ ബെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഡി ബിയിലോട്ടൊക്കെ പൈപ്പ് എങ്ങനെ ബെൻഡ് ചെയ്യാം എന്നുള്ളത് വീഡിയോ. ഇത് നമ്മൾ വെളിയിലോട്ട് എടുത്തേക്കുന്നത് എർത്തിങ് ആണ്. എർത്തിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് പൈപ്പ് വഴിയാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ബെൻഡിങ് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതായത് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന പൈപ്പാണ് നമ്മൾ എർത്തിങ് എല്ലാ കാര്യത്തിനും നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇത് 16 വേയുടെ ഡി ബി ആണ്. 16 വേയുടെ നല്ലൊരു ഡി ബി തന്നെയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതേപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും എർത്ത് ലിങ്കുകളും അതേപോലെ ന്യൂട്രൽ ലിങ്കുകളും ഉണ്ട്. ഈ കാണുന്നതിലാണ് നമ്മൾ MCBയും RCBയും വെക്കേണ്ടത്. നമ്മൾ ഐസൊലേറ്റർ വെക്കുന്നത് പുറത്ത് മീറ്റർ ബോക്സ് ഉണ്ട്. ഐസൊലേറ്റർ ടൈപ്പ് മീറ്റർ ബോക്സ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പൈപ്പിംഗ് ഇറക്കിയേക്കുന്ന രീതിയാണ് ഇന്നത് വിശദമായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഹാൾ ഏരിയ ആണ് നമ്മളിപ്പം ഇത് കാണിക്കുന്നത്. നമ്മൾ ബെൻഡിങ് പൈപ്പ്, അതായത് ബ്ലാക്ക് പൈപ്പ് ബെൻഡ് ചെയ്യുമ്പോൾ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഇതേപോലെ പോലെ ബെൻഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്തൂടെയാണ് മെയിൻ ലൈനുകൾ പോകുന്നത്. മെയിൻ വയറുകൾ ഇതിൻ്റെ അകത്തൂടെയാണ് പോകാൻ. നമ്മൾ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി വയർ വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം അതിൻ്റെ അകത്ത് തട്ടി നിന്ന് ഞെരുങ്ങി ഇറങ്ങാൻ കാരണമാവും. ഇതേപോലെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം ഇതിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു സൈഡിൽ കൂടെ തന്നെ 6 പൈപ്പുകളും അടുത്ത സൈഡിൽ കൂടെ 3 പൈപ്പുകളും വരുന്നുണ്ട്. 6 3 9 പൈപ്പുകളാണ് ഡി ബിയിൽ ഇറങ്ങുന്നത്. ഒരുമിച്ച് 9 പൈപ്പുകളാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടൈപ്പ് മോഡൽ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വയർ ഇതിൻ്റെ അകത്ത് ജാമായി അതിൻ്റെ സ്ലീവ് പോകാനും അതേപോലെ പിന്നീട് ഒരു സമയത്ത് ഞെരുങ്ങി ഇൻഡക്ഷൻ കാണിക്കാനും നമുക്ക് പുള്ളറിട്ട് തെള്ളി വലിക്കാനും പറ്റാത്തൊരവസ്ഥ വരും. നമ്മളിത് കൺസീൽഡ് ചെയ്തേക്കണം. കൺസീൽഡ് ചെയ്യുമ്പം ഇതേപോലെ പൈപ്പുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് കെട്ടുകമ്പി ഉണ്ടെങ്കിൽ കമ്പി വെച്ച് ലോക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ബെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒറ്റ വളയ്ക്കാൻ നിൽക്കരുത്. അതായത് നമ്മൾ ചൂടാക്കി എങ്ങനെയാണോ വളയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് ബെൻഡർ ഉപയോഗിച്ച് നമ്മൾ വളച്ചെടുക്കേണ്ടത്. എൽ ഷേപ്പിൽ ഒരിക്കലും വളയ്ക്കാൻ നിൽക്കരുത്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇതിലൊരു കാര്യം. ഇതുവഴിയാണ് നമുക്ക് ലൈൻ വരേണ്ടത്. ഇതൊരു TV പോയിൻ്റാണ്. TVക്ക് വേണ്ടി നമ്മൾ ലൈൻ ഇട്ടേക്കുവാണ്. 8-ൻ്റെ ബോക്സാണ് വെച്ചേക്കുന്നത്. 8-ൻ്റെ ഇൻഡോവേഷൻ്റെ ബോക്സാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. ഇതുവഴിയാണ് നമുക്ക് മെയിൻ ലൈൻ വരാൻ. അതായത് മീറ്റർ ഔട്ട് സൈഡിലാണ്. മീറ്ററിൽ നിന്ന് മെയിൻ ലൈൻ വരുന്നത് അതുവഴിയാണ്. ഇതുവഴി കയറി നേരെയാണ് ഡി ബിയിലോട്ട് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഒരു ഹോൾ അടിച്ച് വേണം നമുക്ക് ഈ കാണുന്ന മീറ്റർ ബോക്സിൽ നിന്ന് ലൈൻ വരാൻ. ഇത് കലിങ്ക എന്ന് പറയുന്ന അവരുടെ മീറ്റർ ബോക്സാണ്. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുവാണ് ഇങ്ങനെ കലിങ്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ 16 ആമ്പിയറിൻ്റെ ഒരു ഫീസും ഉണ്ട്. നമ്മൾ പൈപ്പ്, അതായത് ഡി ബിയിലോട്ട് മെയിൻ ലൈൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സിൻ്റെ അകം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഹോളായിട്ട് വരുന്നത് കൊണ്ടാണ് ഒരു പൈപ്പിൻ്റെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തത്. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇതുവഴിയാണ് വരുന്നത്. ഇതുവഴിയാണ് മീറ്ററിൽ നിന്ന് ലൈൻ നേരെ കയറി ഡി ബിയിലോട്ട് എത്തുന്നത്. ഇതുവഴി ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റും ഉണ്ട്. ആ ലൈറ്റ് പോയിൻ്റ് വഴി അതുവഴി കയറി നേരെ വരുന്നത്. കാരണം അപ്പോൾ ഡി ബിയിൽ നിന്ന് വരുന്ന മീറ്ററിൽ നിന്ന് വരുന്ന 2 വയറുകളും ലൈറ്റ് പോയിൻറ്റുകളും മാത്രമേ ആ പൈപ്പിൽ കൂടെ വരത്തുള്ളൂ. വേറെ വയറുകളൊന്നും വരുന്നതും ഇല്ല. പൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ബെൻഡിങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതേപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൽ ഷേപ്പ് മോഡലോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എൽ ഷേപ്പ് മോഡൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുഭാഗം കൊണ്ട് അത് ചുളുങ്ങിയിരിക്കുന്നത് പോലെ കാണാം. എല്ലടിക്കും ചുളുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ, കാരണം ഈ നമ്മൾ പുള്ളറിട്ട് വയറ് വലിക്കുമ്പോൾ അതിൻ്റെ അത് തട്ടി സ്ലീവ് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതേപോലെ ബ്രേക്കർ ബോർഡ് വെച്ചേക്കുന്നത് അതിൻ്റെ കവറ് ഇടാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് 1 ഇഞ്ച് തള്ളിയാണ് നമ്മൾ ഡി ബി വെച്ചേക്കുന്നത്. 1 ഇഞ്ച് തള്ളി ഡി ബി വെക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവറ് ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഡി ബി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഡി ബിയിലോട്ട് പൈപ്പ് ഇറങ്ങുന്ന ഭാഗത്ത് നമുക്ക് 9 പൈപ്പുകൾ ഡി ബിയിലോട്ട് ഇറങ്ങണം. അപ്പോൾ 9 പൈപ്പുകൾ ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ
DBയുടെ മുകൾ സൈഡ്, മുകളിലത്തെ പ്ലേറ്റ് സെപ്പറേറ്റ് അഴിച്ച് മാറ്റാൻ പറ്റും. അത് ആ പ്ലേറ്റ് മാത്രം എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പുകൾ ഇറക്കിയേക്കുന്നത്. DBയിൽ വരുന്ന പൈപ്പ് ഇറങ്ങുന്ന ഹോളുകളിൽ ഇത്രയും പൈപ്പുകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് അത്രയും വരുന്ന പൈപ്പ് വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അത്രയും പൈപ്പുകൾക്ക് ഇരിക്കേണ്ട ആ ഗ്യാപ്പിൽ തന്നെയാണ്, കറക്റ്റ് അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈഡെല്ലാം നമുക്കിനി ചാന്തുകൊണ്ട് ഫില്ല് ചെയ്യണം. ഇതിൻ്റെ സൈഡെല്ലാം ചാന്തുകൊണ്ട് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഉറുമ്പ് കുത്താൻ ചാൻസ് കൂടുതലാണ്. ഉറുമ്പ് കുത്തി മൊത്തവും MCBകളിലും അതേപോലെ RCCBകളും വീഴും. അങ്ങനെ വീഴുമ്പോൾ പിന്നീട് ഇതൊന്നും വർക്കാവത്തില്ല, പ്രോപ്പറായിട്ട് ഇത് വർക്കാവാതെ വരും. കാരണം MCBകളുടെ ടോപ്പിൽ മണ്ണിറങ്ങി പിന്നീട് MCBകളും അതേപോലെ MCBകൾ ഓണും ഓഫും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും. അതേപോലെ RCCBയുടെ അകത്ത് ഇതേപോലെ മണ്ണ് ഉറുമ്പ് കുത്തി ഇട്ട് കഴിഞ്ഞാൽ RCCBയും കറക്റ്റായിട്ട് വർക്കാവത്തില്ല. അങ്ങനെ വർക്കാവാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അധികമായിട്ട് വൈദ്യുതി പ്രവഹിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഷോക്ക് അടിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലൈറ്റുകളോ ഫാനുകളോ എർത്തിങ് ആയി മാറുമ്പോഴോ RCCB ട്രിപ്പ് ആവാതെ വരുന്ന ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം കറക്റ്റ് അളവിന് മാത്രം DBയിൽ പൈപ്പ് ഇറങ്ങുന്ന അത്രയും അളവിന് മാത്രമേ കട്ട് ചെയ്യാമുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ പൈപ്പുകളുടെ ചുറ്റും നല്ലപോലെ സിമൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൈപ്പുകൾ L ഷേപ്പിൽ ഒരിക്കലും അടിക്കാതിരിക്കുക. DBയിലോട്ടുള്ള പൈപ്പുകൾ, അതായത് ഒരിക്കലും L ഷേപ്പിലോട്ട് അടിക്കാതിരിക്കുക. L ഷേപ്പിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ വയറുകൾ കയറ്റാനും അതേപോലെ വയറുകൾ വലിച്ചെടുക്കാനും പിന്നീട് നമ്മളല്ല വേറൊരു വ്യക്തി വന്ന് ഇത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ പോലും അവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പം നമ്മളല്ലാതെ വെളിയിൽ നിന്ന് വേറൊരാൾ വന്നാലും അവർക്കും ഇതേപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് വയറ് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. റാം ഷേപ്പിൽ പൈപ്പുകൾ ബെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്.